കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുമുഖനും സുന്ദരനും സർവോപരി സിനിമാ നടനുമായ ഉണ്ണി മുകുന്ദന് അക്കതായ വധുവിനെ അന്വേഷിക്കുന്നുണ്ട്. ജോത്സനെ അങ്ങനെ അങ്ങൊരു ഇത്ര കല്യാണം നടത്തി കൊടുത്തതാ. ബെറ്റർ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണത് 15 മിനിറ്റ് മുട്ടി ഒരുമിയിരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞാൽ കിടക്കാൻ പോകും. സന്ധ്യയാകുമ്പോൾ 3 അടിയുടെ കാര്യം പറയും. ഞാനും എന്റെ ആളും ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയുണ്ട് ഇതുവരെ? വേറെ ലെവലല്ലേ നമ്മള്? കട്ട കളറല്ലേ? ഈ കളറിന് ഇനിയും കുറച്ച് ഭംഗി കൂട്ടാൻ പോവാണ്. കാര്യം ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു, ദീപാവലി, എന്താ പറയുന്ന നവരാത്രി, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കുറെ ഗെയിംസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. കാര്യം എല്ലാ ഗെറ്റ് ടുഗദേഴ്സിന്റെയും കളർ ഒന്നും കൂടെ കൂടുന്നത് കുറച്ച് ഗെയിംസ് ഒക്കെ വരുമ്പോഴാണ് അല്ലേ ജോണി ചേട്ടാ? ഒരു ഗെയിമിനായിട്ട് എനിക്ക് 4 ടീമിനെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ വിളിക്കുന്നവർ യാതൊരു മടിയും കൂടാതെ വേദിയിലേക്ക് വരണം. നമ്മുടെ സ്ഥിരം ടീം അംഗങ്ങൾ ഇവിടെ കാണും. അതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഒരു ടീമും കൂടെ കാണും നമ്മോടൊപ്പം ഏറ്റുമുട്ടാനായിട്ട്. അപ്പോൾ ഓരോരുത്തരെയും ഞാൻ വിളിക്കാൻ പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോബി ചേട്ടൻ ആൻഡ് സുസൻ ചേച്ചി, അനൂപ് ആൻഡ് ദർശന, ദേവൻ ചേട്ടൻ ആൻഡ് യമുന ചേച്ചി. നമുക്ക് ഒരു പുതിയ എതിരാളിയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഷിജു ചേട്ടനും നമ്മുടെ സുഷ്മിതയും കൂടെ. പ്ലീസ്. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. നല്ലൊരു വീറുറ്റ മത്സരത്തിനാണ് ഞാനും എന്റെ ആളും വേദി ഇതാ സാക്ഷിയാകാൻ പോവുകയാണ്. കടികട്ടി മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ഷിജു ചേട്ടാ, ഇവരോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഡബിൾ ചങ്ക് വേണം. റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് 4 ടീമാണ്. നേരത്തെ പറഞ്ഞ പോലെ ദർശന, അനൂപ്, സുസൻ ചേച്ചി, ജോബി ചേട്ടൻ, ദേവൻ ചേട്ടൻ, യമുന ചേച്ചി, സുഷ്മിത ആൻഡ് ഷിജു ചേട്ടൻ. ഇവർ തമ്മിലാണ് കിടില ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ജഡ്ജസ് ആയിട്ടുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ജോണി ചേട്ടനും നിത്യയായിരിക്കും. വളരെ സസൂക്ഷ്മം ഇവരെ ശ്രദ്ധിക്കണം. കാര്യം ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ഇവിടെ അടിയും ബഹളവും നടക്കും. അത് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കണം. വിജയ്, നമ്മുടെ ഞാനും എൻ്റെ ആളും തുടങ്ങുന്ന സമയത്ത് ഈ ദേവചേട്ടനെ കണ്ട ദിവസം ഞാൻ ഓർക്കുന്നത്. ആദ്യം കാണുമ്പോൾ പുള്ളി ദേവൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു. ദേവൻ ചേട്ടൻ ഇപ്പോ ചില ജംബോ സർക്കസിലേക്ക് റിംഗ് മാസ്റ്ററുടെ അവസ്ഥ. എനിക്ക് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യനായ അധപ്പതിക്കണം. ചേട്ടാ ചേട്ടാ ഇങ്ങനെ നമ്മള് അല്ലേ പറയട്ടെ ഇപ്പൊ ഇംഗ്ലീഷ് പറയാറില്ല. ജോണി സാർ, അതെല്ലാം വന്ന് എങ്കയോ പോച്ച്. അല്ല, ഇപ്പൊ ദേവചേട്ടനെ പറയും. ഇപ്പൊ മറ്റേ അക്കരെ സിനിമയിലെ സോമചേട്ടനെ പറയണം, ഐ ആം അക്കിനോവ കുറുസോവ, came here to kill all the mosquitoes in the world. അങ്ങനെയൊന്നുമല്ല, എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ദേവൻ ചേട്ടൻ അത് പൊളി തന്നെയാണ്. താങ്ക് യു. എനിക്കൊരാളുണ്ടെന്ന് മനസ്സിലായല്ലോ. 2 ആളില്ലേ? അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഞാനും എന്റെ ആളുകൾ. ഓക്കെ, അപ്പോ നമ്മുടെ വേദി അങ്ങനെ ഒരു മത്സര വീര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇനി മത്സരം എന്താണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് പാപ്പയാണ്. ക്രിസ്മസ് പപ്പാനിയെ നമ്മൾ കാണാറുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് ഒരുക്കുക എന്നുള്ളത്. എളുപ്പം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാം, പക്ഷെ അതുപോലല്ല കൃത്യമായിട്ട് ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെയറിനെ, അതായത് ലേഡീസിനായിരിക്കും ഇവിടെ ടാസ്ക് കൂടുതൽ, നിങ്ങൾ പയ്യന്മാരൊന്ന് നിന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ പെയറിനെ പപ്പാനിയായിട്ട് ഒരുക്കണം. ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് പപ്പാനിയായിട്ട് ഒരുക്കിയെടുക്കണം. നമ്മൾ ഒരു നിശ്ചിത സമയത്തിൽ ആരാണ് സ്വന്തം പെയറിനെ ഏറ്റവും നന്നായിട്ട് പപ്പാനിയായിട്ട് ഒരുക്കുന്നത് അവർക്ക് വളരെ കനത്ത സമ്മാനമായിരിക്കും ഉണ്ണിയും ജോണിച്ചേട്ടനും നിത്യയും ചേർന്ന് നൽകാൻ പോകുന്നത്. റെഡിയാണോ? അപ്പോൾ ഇനിയും പ്രോപ്പർട്ടീസ് എത്താൻ പോവാണ്. ഗെറ്റ് റെഡി. അപ്പോൾ നിങ്ങളുടെ സമയം തുടങ്ങാനുള്ള അല്ലേ? റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? 4 ടീം റെഡിയാണല്ലോ. ഇതാ ഓൺ യുവർ മാർക്ക് പറയാൻ പോണ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. സൂസൻ ചേച്ചി, നല്ലൊരു സ്വീറ്റ് റിവെഞ്ചിനുള്ള സമയമാണ്.
അന്ന് മേക്കപ്പ് ചെയ്ത് ചേച്ചിയെ കോലം കെടുത്തിയതിന് ജോബി ചേട്ടൻ ഇതിലും നല്ലൊരു പണി കൊടുക്കാനുള്ള സമയമില്ല. ദേവൻ ചേട്ടൻ ഇപ്പൊ നേരത്തെ ജോണി ചേട്ടൻ പറഞ്ഞ യഥാർത്ഥ രീതിയിലായി. നോക്ക് ജോണി ചേട്ടാ. യമുന ചേച്ചിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ആ സാരി ഉടുക്കുന്ന ഒരു ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറയണേ, ഞാൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് 10 പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്റ്റേജിൽ കൊണ്ട് എൻ്റെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ഈ പരുവത്തിലായോ. ജോബി ചേട്ടൻ വളരെയധികം ദൂരം മുമ്പോട്ട് പോയിരിക്കുകയാണ്. ദർശനയും അനൂപും തൊട്ട് പുറകിലുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഷീച്ചേട്ടൻ മുമ്പിലോട്ട് വന്നില്ല. അയ്യോ, ഷീച്ചേട്ടൻ അവിടെ ഒളിച്ചു നിന്നാണ്. ചേട്ടാ പ്ലീസ്. കിലോ ചാക്കിൽ 10 കിലോ അരി നിറച്ച മാതിരിയാണ് ഷീച്ചേട്ടന്റെ അവസ്ഥ. ഇപ്പൊ പാൻറ് ആ ഡയലോഗാണ്. ജഡ്ജസ് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അവിടെ ഇരുന്ന് വഴക്കിട്ടോണ്ടിരിക്കരുത്. അല്ലല്ല, ഫുള്ള് സമയത്തിന് ഏറ്റവും വൃത്തിയായിട്ട് വേണം റെഡിയാവാൻ. ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ചേട്ടൻ ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇതിൽ പറയാനുള്ളത്, ഇത് ജോബി ചേട്ടന്റെ ഡ്രസ്സായിരുന്നു. ഡ്രസ്സും കാരണമില്ല, ഒന്നും കാരണമില്ല. ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. അല്ല സഞ്ജി ഇവിടെ വാ എല്ലാരും ഇങ്ങ് തിരിച്ചു വാ. സമയമുണ്ട്, കുറച്ചും കൂടെ സമയമുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ പക്കയാക്കാം. എല്ലാരും റെഡിയായോ? സമയം ഇതാ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. തുടങ്ങട്ടോ, കൗണ്ട് ഡൗൺ തുടങ്ങട്ടോ. 10 9 8 7 6 5 4 3 2 1 and out. Stop, please. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടുത്ത് പപ്പാനിമാരൊക്കെ ഓരോ ക്രിസ്മസ് ആശംസകൾ നേരാൻ പോവാണ്. ഓക്കെ മിസ്റ്റർ അനൂപ്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അമേരിക്കൻ ക്രിസ്മസ് പാപ്പ. അടുത്ത ഷീച്ചേട്ടൻ. ഹാപ്പി ക്രിസ്മസ്. ഇനിയും ഇതിന്റെ ജഡ്ജ്മെന്റ് ടൈമാണ്. ജോണി ചേട്ടനും നിത്യയാണ് ജഡ്ജ്മെന്റിനായിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നോ ഇങ്ങോട്ട് വരുന്നോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പപ്പാനിമാരൊക്കെ കൂടെ ചെയ്യേണ്ടത് ഈ ക്രിസ്മസ് വേദിയെ ഒന്നും കൂടെ ഒന്ന് രസകരമാക്കണം. അതിനായിട്ട് നിങ്ങളുടെ ജഡ്ജ്മെന്റ് അതും കൂടെ കഴിഞ്ഞാലായിരിക്കും പൂർത്തിയാകുന്നത്. നിങ്ങൾ 4 പപ്പാനിമാരും കൂടെ ഒരു റാമ്പ് ചെയ്യണം. ഒരു റാമ്പ്, നല്ലൊരു മ്യൂസിക് വരും. അതിന്റെ അകമ്പടിയായിട്ട് കിടിലൊരു ഒരു റാമ്പും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജഡ്ജസിന് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ ഒരു അവസരമാണ് കൊടുക്കുന്നത്. നല്ല ഫണ്ണി മൂവ്സ് ഒക്കെ കൊടുക്കണം കേട്ടോ. നല്ല ജോളി മൂവ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ജഡ്ജ്മെന്റ് പറ്റുന്നത്. അപ്പോൾ മ്യൂസിക് പ്ലീസ്.
അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസായ ജോണി ചേട്ടനും നിത്യയും ഉണ്ണിയും എല്ലാം ഇത് കണ്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ മേക്ക് ഓവറും അതുപോലെ റാമ്പും ഡാൻസും എല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അവരെ ഒന്ന് ടോട്ടലി ജഡ്ജ് ചെയ്ത് ആരാണ് ഇന്നത്തെ വിജയി എന്നുള്ളത് ഒന്ന് പ്രഖ്യാപിക്കണം. ഈ വയറ് നമുക്കെല്ലാം അറിയാം. പാപ്പാനിക്ക് വയറുണ്ട്. ഇതുപോലെ മന്ത് വന്ന വയറ് നമ്മൾ ആദ്യമായിട്ട് കാണുക. വയറ്റിൽ മന്ത് എന്ന് പറയില്ലേ? വയറ് വെക്കുന്നതിൽ കുറെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു ടോട്ടലി പെർഫെക്ഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ഷിജു തന്നെയാണ് മുന്നിട്ട് നിന്നത്. കാരണം മീശയും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് വെച്ചു. പിന്നെ കുട്ടിയാണെങ്കിലും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ദേവൻ ചേട്ടൻ നന്നായിരുന്നു. അതുപോലെ നമ്മുടെ ജോഫി, അതുപോലെ നമ്മുടെ അനൂപ്, എല്ലാവരും നന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഈ മീശയും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ പെട്ടെന്ന് മാച്ചായത് ഷിജുവിനാണ്. ഷിജുവിൻ്റെ ഫീച്ചേഴ്സുമായിട്ടാണ് കുറച്ച്. അതുപോലെ തന്നെ റാമ്പിലുള്ള പ്രകടനത്തിനും ഏറ്റവും നന്നായി നിന്നത് ഷിജുവാണ്. ഞാൻ ഷിജുവിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാധാരണ സൗമ്യനായ ശാന്തനായ ഒരു ഷിജുവിനെ കണ്ടിട്ടുണ്ട്. നിത്യ, എനിക്കൊന്ന് ജോബി ചേട്ടനാണ് ആദ്യം റെഡി ആയത്. പക്ഷെ ഒരാളെയും അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എല്ലാരും ഒന്നിനൊന്ന് മെച്ച തന്നെയായിരുന്നു. എല്ലാരും മീശ വെക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മീശേന്റെ ഉള്ളിൽ കേറി നിൽക്കുന്ന ജോബി ചേട്ടനെ ഞാൻ കണ്ടത്. ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോണ്ടായിരുന്നു. മീശ വെച്ചേക്കുന്ന കണ്ടാലേ ചില അയലൊക്കെ ടർക്കി പിരിക്കാനിടല്ലേ. ഞാനാണെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക്. താങ്ക് യു. ഇനി അടുത്ത ഉണ്ണിയുടെ കമന്റ്സും കൂടെ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ജോബി ചേട്ടനാണ്. ഒരു പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷം തോന്നിയ ഒരു ഫിഗർ. ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു പെട്ടെന്ന് കാണുമ്പോൾ പുള്ളി വന്നിട്ട് നമുക്കൊരു ഒരു ഗിഫ്റ്റ് ഒക്കെ ഇപ്പൊ തരും. ചേട്ടാ വല്ല ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ഞാനേ ഒരു ഗിഫ്റ്റാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അതായത് ക്രിസ്മസ് സെലിബ്രേഷൻസിൽ നമ്മൾ ഒരു മസിലും ഇല്ല. ഇത് ഞാനും എന്റെ ആളും വേദിയാണ്. ഇവിടെ ഓൺലി എന്റർടൈൻമെന്റ് ആൻഡ് ദിസ് വാസ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇൻ ഞാനും എന്റെ ആളും വേദിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേറ്റസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നീയും ഞാനും ടീമായിരുന്നു. അവരെല്ലാം അവിടെ സന്നിഹിതരായിട്ടുണ്ട്. നിങ്ങളും നമ്മളുടെ ആൾക്കാരും കൂടെ ചേർന്നപ്പോഴത്തേക്ക് എന്തൊരു കളറാണെന്ന് അറിയാമോ? ഭയങ്കര കളർഫുൾ ആയി കേട്ടോ. ജോണി ചേട്ടാ, അടുത്ത നമ്മുടെ സർപ്രൈസ് എന്താണ് ഇവിടത്തെ? ഏറ്റവും വലിയ സന്തോഷം എന്നേലും പ്രായമുള്ള അനന്തരമക്കൾ എനിക്കുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത സർപ്രൈസ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ പറയുന്നത് ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് അത്യാവശ്യം നർമ്മവും നല്ല മെസ്സേജും ഒക്കെ പാസ് ചെയ്യാൻ കഴിവുള്ള, കുറേ നാളായി മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ്. ഒരു ക്ലൂ എടുത്തത്, അദ്ദേഹം കാപ്പിപ്പൊടി ലോഹയാണ്. കപ്പൂച്ചിൻ സഭയിൽപ്പെട്ടതാണ്. കാപ്പിപ്പൊടി ലോഹയാണ് അദ്ദേഹം. ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? ശ്രീ കേരളത്തിനൊന്നും അസാധ്യമല്ല. പ്രത്യേകിച്ച് ഞാനും എന്റെ ആൾക്കാർക്കും ഒന്നും അസാധ്യമല്ല. ഈ വേദിയിൽ കൊണ്ടുവരും. ജോണി ചേട്ടാ, എനിക്ക് ജോണി ചേട്ടൻ്റെ നമ്മൾ എന്നും ഒരുപാട് കടപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ ഇപ്പോ ഇവിടെ വരും. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ വൺ ആൻഡ് ഓൺലി നമ്മുടെ കവിമുടി അച്ഛൻ ജോസഫ് പുത്തൻപുരയ്ക്കൽ. അച്ഛൻ പ്ലീസ്. ശരിക്കും ജോണി ചേട്ടാ, നമ്മുടെ ജീവിതത്തിൽ ജോണി ചേട്ടാ തന്ന ഏറ്റവും നല്ലൊരു മൊമെന്റ് ആട്ടോ ഈ ഒരു വേദിയിൽ അച്ഛനെ ഇവിടെ എത്തിച്ചത്. അച്ഛന്റെ വക ഒരു ക്രിസ്മസ് വിഷസിലൂടെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങള് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഒരുപാട് ദമ്പതിമാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ദേവൻ ചേട്ടനുണ്ട്, യമുന ചേച്ചിയുണ്ട്, ഹരിച്ചേട്ടനുണ്ട്, സബിത ചേച്ചിയുണ്ട്, സ്റ്റെബിൻ, വിനീഷ, പിന്നെ നമ്മുടെ നീയും ഞാനും സീരിയൽ. അച്ഛൻ സീരിയലൊക്കെ കാണാറുണ്ടോ? ഈ സീരിയൽ കണ്ടിട്ടുണ്ടോ? അച്ഛന് സീരിയൽ കാണുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും അച്ഛൻ ഒരു സീരിയൽ കാണാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അത് ഒന്നാമത് എന്തെങ്കിലും അല്പം ഒന്ന് ചിരിക്കാൻ കാണും. പിന്നെ നമുക്ക് ഒരു കഥാതന്തു കാണും. ഒത്തിരി പരസ്യം വരുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്നാലും അഭിനയം വളരെ സിനിമയെ അതിജീവിക്കുന്ന നല്ല അഭിനയങ്ങൾ സീരിയൽ കാണാറുണ്ട്. അത് തന്നെയല്ല, സീരിയലിനകത്ത് ഒറിജിനാലിറ്റി ഉണ്ടല്ലോ. മിമിക്സിലൊക്കെ നമ്മൾ കണ്ട് പഴയതാണ് പലപ്പോഴും. പക്ഷെ ഇതിനകത്ത് എപ്പോഴും ഒരു പുതുമയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണും. അച്ഛൻ നല്ല തമാശ പറയുന്നത് കേട്ടോ. അച്ഛൻ നന്നായി പാടുമോ
എന്നെനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ കുർബാനക്കിടയിലൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അച്ഛൻ പാടുവോ അച്ഛാ? ഞാൻ പാടും, പക്ഷേ എപ്പോഴും ഓർമ്മ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പം ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചൊരു സാറ് വന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് യൂത്ത് ഫെസ്റ്റിവലിലെ ഐറ്റമായിരുന്നു. അപ്പോൾ ഐറ്റത്തിന് ഞാൻ ഓർത്തു ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ട് പാടുന്നതായിരിക്കും ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്. ഗൈഡ് ചെയ്യുന്ന സാറന്മാർ അന്നത്തെ കാലം 70കളുടെ അവസാനം. അപ്പം ഞാൻ എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പം ഹാർമോണിയമായിട്ട് സ്റ്റേജിൽ കയറി. എന്നിട്ട് ഞാൻ ഒരു പാട്ട് വായിച്ചുകൊണ്ട് പാടി. അത് ഇതായിരുന്നു, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഉടനെ സാറ് പറഞ്ഞു, മാർക്കിടുന്ന സാറ് ഓക്കൻ കട്ടനിട്ടേക്കാൻ പറഞ്ഞു. പിള്ളേരെല്ലാം കൂടെ എന്നെ നീട്ടി കൂടി. ഞാൻ പിന്നെ 3 ദിവസം സ്കൂളിലും പള്ളിയിലും പോയില്ല. എഴുന്നേക്കുമ്പോൾ ആദ്യത്തെ വാർത്ത ഓക്കൻ എന്നുള്ള വാക്കാണ്. അപ്പം എന്നെ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ അവിടെ വന്ന് എന്നെ കാണാൻ വീട്ടിൽ വന്നു. ഇതുപോലെ മോനെ, സാറ് ഓക്കൻ എന്ന് വിളിച്ചത് കൊണ്ടോ കുട്ടികൾ കൂയത് കൊണ്ടോ പുറകോട്ട് പോകരുത്, മോൻ നന്നായിട്ട് വായിക്കുമല്ലോ. അപ്പം പ്രസംഗം ഉപന്യാസം അതിലേക്ക് തിരിയുക, പാട്ട് ഇന്ന് മാറുക. തന്നെയല്ല, മോൻ്റെ രണ്ടിലെയും പാട്ട് കേട്ടിട്ട് സംഗീതം അത്ര ചേർന്നാന്ന് തോന്നുന്നില്ല, പ്രസംഗമായിരിക്കും നല്ലത്. ഒരു ടേണിംഗ് പോയിന്റ് വന്നത് ഒരു പാട്ടെന്നാണ്. അപ്പൊ അച്ഛൻ പാടില്ല എന്നാണ് പറഞ്ഞു വന്നതല്ലേ? പാടും. അപ്പൊ പ്ലീസ് അച്ചോ, പ്ലീസ് പ്ലീസ്, നമ്മൾ എല്ലാരും കൂടെ ഒന്ന് നിർബന്ധിച്ച് അച്ഛൻ പാടും. ഒന്ന് എൻകറേജ് ചെയ്യും പ്ലീസ്. അയച്ചടാ, ഏത് പാട്ട് പാടിയാലും നമുക്ക് സന്തോഷമാണ്. ക്രിസ്മസ് പാടിയാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ചൂണ്ടറിയത്തില്ലാത്ത പാട്ട് പാടാം, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഞാൻ പാടിയ. അർദ്ധരാത്രി സമയം നക്ഷത്രമൂരിച്ചപ്പോൾ, അർദ്ധരാത്രി സമയം നക്ഷത്രമൂരിച്ചപ്പോൾ, മേരി സൂതൻ ജാതനായി, മേരി സൂതൻ ജാതനായി, മേരി സൂതൻ ജാതനായി, മേരി സൂതൻ ജാതനായി. നിത്യയ്ക്ക് ഒരുപാട് സംശയങ്ങളാണ്. കാര്യം ദാമ്പത്യ ജീവിതത്തിനെ പറ്റി ഒരുപാട് സംശയങ്ങളുള്ള ഒരാളാണ് നിത്യ. നമ്മുടെ ഈ ഇവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ എപ്പോഴും നിത്യ ഓരോന്ന് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ കൃത്യമായ ഉത്തരം നമുക്ക് ആർക്കും തരാൻ പറ്റാറില്ല. ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുകയാണ്. നിത്യ പ്ലീസ് ആ ചോദ്യം തുടങ്ങി വയ്ക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പം ഹസ്ബൻഡ്, ഇവിടെ പലരും കാണിക്കാത്ത ഒരു കാര്യമുണ്ട്, സ്നേഹം. അവരൊന്നും അവരെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നില്ല. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം നമ്മൾ പ്രകടമായിട്ട് തന്നെ കാണിക്കണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ നമ്മുടെ ഹസ്ബൻഡ് എന്നുള്ള ആള് അത് കാണിക്കില്ല, പക്ഷെ ആളുടെ കാര്യങ്ങളൊക്കെ ആള് നിർവഹിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടാനുള്ള സ്നേഹം പ്രകടമായിട്ട് കിട്ടണം എന്നാണ്. അത് തെറ്റാണോ അച്ചോ? ഇല്ല, തീർച്ചയായിട്ടും ദാമ്പത്യത്തിൻ്റെ വിജയം പരസ്പര സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. പക്ഷെ ചില ആണുങ്ങളുടെ കുഴപ്പം, ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്, പുറത്തോട്ട് പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. നല്ല ആണുങ്ങളും ഈ തേങ്ങ പോലെ, പുറത്ത് ചകിരി അകത്ത് ചിരട്ട, അതും പൊട്ടിക്കുമ്പോൾ അല്പം തേങ്ങാപ്പൂളും വെള്ളവും. അതുപോലെ സ്നേഹത്തോടെ ചകിരി മാന്തി ചിരട്ട പൊട്ടിക്കാൻ ഒരു ഭാര്യ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ അവൻ്റെ മറിഞ്ഞു കിടക്കുന്ന തേങ്ങാവെള്ളവും തേങ്ങാക്കുത്തും നമ്മളിലേക്ക് സാവധാനം വരും. പലപ്പോഴും പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കും അരിശം വരും, പിന്നെ ഒരു യുദ്ധമായിട്ട് മാറും. കൊണ്ടാ പറയുന്നത്, നമ്മൾ ആ ചിരട്ടയില്ലേ അച്ചോ, അത് പൊട്ടിക്കുന്ന കൊടുവാളം കൊണ്ടല്ലേ? അല്ല, അത് പെണ്ണുങ്ങൾക്ക് വാളിന് വരെ വാക്കുണ്ടല്ലോ, അതുകൊണ്ട് പൊട്ടിക്കാൻ നമുക്ക്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ സ്നേഹത്തോടു കൂടി പൊട്ടിച്ചാൽ ശരിയാവില്ല അച്ചോ, ആഞ്ഞ് തന്നെ പൊട്ടണം, എന്നാലേ വരുള്ളൂ. ഏത് വിധത്തിലാണെന്ന് കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആ വകുപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ ഉത്തമനായ ഭർത്താവിനെ പെണ്ണുങ്ങളുടെ പ്രതീക്ഷ പോലെ കിട്ടുകയല്ല. സാധാരണയായിട്ട് ഒരു നല്ല ഭർത്താവിന് 10 യോഗ്യതയാണ്, അത് 10ഉം കൂടെ കിട്ടിയല്ല. ഉത്തമനായ ഭർത്താവ് രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നവനും, രണ്ടാമത് കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കുന്നവനും, മൂന്നാമത് അല്പസമയം പ്രാർത്ഥിക്കുന്നവനും, നാലാമത് 8 മണിക്ക് കാപ്പി കുടിക്കുന്നവനും, അഞ്ചാമത് 9-ന് ജോലിക്ക് പോകുന്നവനും, ആറാമത് 12-ക്ക് ഉണ്ണുന്നവനും, വീണ്ടും ഏഴാമത് ഒരു 2:30 വരെ മയങ്ങുന്നവനും, എട്ടാമത് 2:30-ക്ക് എന്നിട്ട് ജോലിക്ക് പോകുന്നവനും, 9-മത് 5 മണിക്ക് പണി നിർത്തുന്നവനും, 10-മത് രാത്രി 8-ന് പ്രാർത്ഥിച്ച് ഉറങ്ങുന്നവനുമാണ്. അപ്പം അങ്ങനെയുള്ള ഭർത്താവിനെ എവിടെ കാണുമെന്ന് ചോദിച്ചാൽ പൂജ സെൻട്രൽ ജയിലിലേ കാണുള്ളൂ, വേറെ ഒരിടത്തും കാണുകയല്ല. നിത്യ ചോദിച്ച സംശയമൊക്കെ തീർന്നിട്ടാ ഇപ്പൊ തേങ്ങ കല്ലേലൊടിച്ചാ പൊട്ടിച്ചത്. എന്താ സംശയം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ചിലർ പൊരുത്തമില്ല എന്ന് പറയും, പൊക്കത്തിന്റെ സൈസിൽ പൊരുത്തമില്ല എന്ന് പറയും. പക്ഷേ ഞങ്ങൾ പൊരുത്തത്തോടെയാണ് കഴിഞ്ഞതല്ലേ, സെൻട്രൽ ജയിലിൽ പോകുന്ന രീതിയിലൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ നല്ലൊരു ഭർത്താവിനെ പോലെ എന്നോട് പെരുമാറും, നല്ലൊരു മകനെ പോലെ എന്നോട് പെരുമാറും, അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. പക്ഷെ 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞവരുടെ പ്രണയം അതൊരു നല്ലൊരു പ്രണയമല്ലേ അച്ഛോ? അവരെങ്ങനെ നല്ലൊരു പ്രണയമാക്കി കൊണ്ടുപോകാം? ഒരു കുട്ടിയെ നോക്കുന്ന പോലെയും എന്നെ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ ഈ
50കളെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ. നമുക്ക് ഓരോ കാലഘട്ടം ഉണ്ടല്ലോ. 50 എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിവേകത്തിൻ്റെ ഒരു പക്വതയുടെ കാലഘട്ടമാണ്. ആ. അപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കും. ആ. ഇന്നലത്തെ തെറ്റുകൾ തിരുത്തി നാളത്തെ നന്മ ക്രമീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് 50കൾ. ആ. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിച്ച ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ. ആളെ മനസ്സിലാക്കുകയും ആ. ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഉദാഹരണം, ആ. സ്നേഹപ്രകടനമാണ് ഭാര്യയ്ക്ക് ആഗ്രഹമെങ്കിൽ ആ സ്നേഹം കൂടുതൽ കൊടുക്കണം. ആ. ഒരു ഭർത്താവിന് വലിയൊരു ഗൗരവ ടൈപ്പാണെങ്കിൽ ഉം. ഭാര്യ ഇത് മനസ്സിലാക്കി പെരുമാറണം. ഉം. ഭർത്താവ് അപ്പനെ പോലെ ശാസിക്കുമ്പോൾ ആ. ഭാര്യ അമ്മയെ പോലെ പ്രതികരിക്കരുത്. ആ സമയം ഭാര്യ മോളായിട്ട് മാറണം. അതുപോലെ ഭാര്യ അമ്മയെ പോലെ പ്രതികരിക്കുമ്പം കെട്ടിയവൻ അപ്പനെ പോലെ കാണിക്കരുത്, മോനെ പോലെ വിളയണം. അപ്പം അങ്ങനെ വരുമ്പം സ്നേഹത്തിൽ വളരാൻ പറ്റും. ഫാദർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഫാദർ. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് ഈ കോവിഡ് സമയത്തൊക്കെ 2 പെൺകുട്ടികളുമായിട്ട് ഒറ്റപ്പെട്ടൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ആലോചന വരുന്നതും വിവാഹം കഴിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ നേരിട്ടു. 2 പെൺകുട്ടികളുള്ള സ്ത്രീ രണ്ടാമത് വിവാഹം കഴിച്ചത് എന്തോ വലിയൊരു തെറ്റെന്ന രീതിയിൽ. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ഒരു രണ്ടാമതോ മൂന്നാമതോ വിവാഹം ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ അതൊരു ഭീകരമായ ഒരു അന്തരീക്ഷം ആണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനൊരു? നമ്മുടെ ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എപ്പോഴും അങ്ങനെ നോക്കി കാണുകയുള്ളൂ. അതിന് മാറ്റം വരണമെങ്കിൽ പുതിയ തലമുറയൊക്കെ ഇങ്ങനെ പഠിച്ചു വളർന്ന് മറ്റ് രാജ്യങ്ങളും സംസ്കാരങ്ങളോട് ബന്ധപ്പെട്ട് വരുമ്പം അങ്ങനെയുള്ളവരത് ചിന്തിക്കുകയല്ല. നമ്മളൊരു ചെറിയ ഒരു കിണറ്റിലെ തവള പോലെ കഴിയുന്ന സമൂഹമാണ് ഇങ്ങനെ. ഇപ്പം ഈ പ്രശ്നം ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ ശ്രദ്ധിക്കുകയല്ല, മദ്രാസിലോ ബോംബെയിലോ ഡൽഹിയിലോ ആണ് ശ്രദ്ധിക്കുകയല്ല. പക്ഷേ അത് കാലടിയിലാണെങ്കിൽ ശ്രദ്ധിക്കും. ഇവിടെ കാരണം കൊച്ചു ഗ്രാമമാണ്. ഇപ്പം ഇവിടെ 80-ാം വയസ്സിലും കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരെ ജർമ്മനി കണ്ടിട്ടുണ്ട്. 80-ാം വയസ്സിൽ അതുപോലൊരു പാർട്ട്ണർ. അപ്പം അതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നിങ്ങളുടെ അവകാശം, ജീവിച്ചു പോവുക. ഗെയിം നിങ്ങളുടേത്, ജീവിതം നിങ്ങളുടേത്. നമ്മൾ ഓരോരുത്തരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും നോക്കിയാൽ ജീവിക്കാൻ പറ്റുമല്ല. അതേത് ജീവിതാന്തസ്സിലും ചിലത് മുഖം നോക്കി പറയുക, ചിലതിന് അർഹമായ അവഗണന കൊടുത്ത് തള്ളി നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇനി നമ്മുടെ ഞാനും എൻ്റെ ആളും ടീമിൽ ആർക്കാണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്? അർജുൻ, നിനക്ക് ഒരുപാട് ചോദ്യം കാണും. അച്ചോ? അച്ഛൻ നമസ്കാരം. ഞാൻ അച്ഛൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അച്ഛൻ്റെ വലിയൊരു ഫാനാണ്. ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ. അച്ഛാ, ഞാൻ ഇതെൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ഇതിൽ ഇടയ്ക്കൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിണക്കം ഒക്കെ ആക്കി മാറ്റാറുണ്ട്. ഈ പിണക്കം ഒന്നുമില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതത്തിനുള്ള ഒരു ചെറിയ നുറുങ്ങുവഴി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സന്തോഷകരമായ ഒരു ജീവിതത്തിനുള്ള ചെറിയ ഒരു ടിപ്പുണ്ടോ? ഏറ്റവും വലിയ ടിപ്പ്, നിങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ സീരിയലോ ഓരോ പരിപാടി ഓടി നടക്കുന്നവരായിരിക്കും. എന്തെങ്കിലും പരിപാടികൾ ഓടി നടക്കുമ്പോഴും ഒരുമിച്ച് ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. പലപ്പോഴും കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം നമ്മൾ ബിസിയാകുന്ന ഭർത്താവ് നാടിന് വളരെ നല്ലതാണ്, എന്നാ നല്ല മനുഷ്യൻ. പക്ഷെ ഭാര്യ പറയും ഇതൊരു കാലനാണ്. അത് ഭാര്യ പറയണ നല്ല വാക്ക്, ഭർത്താവ് പറയണ നല്ല വാക്ക്. അതിന് 15 മിനിറ്റ് മുട്ടി ഉരുമിയിരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞാൽ കിടക്കാൻ പോവും. അങ്ങനെ പറഞ്ഞാൽ പല കുടുംബത്തിലെയും പ്രശ്നം തീരും. പലയിടത്തും മിണ്ടാൻ സമയമില്ല, ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നു. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഒരു 15 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുട്ടിയിരുന്ന് വർത്താനം പറയണം. ഒരു സ്ത്രീ പറയണ്ടേ, അച്ചോ 15 മിനിറ്റ് ഒന്നും വേണ്ടിയ മനുഷ്യൻ 5 മിനിറ്റ് ഒന്നും വേണ്ടിയാൽ മതി. സന്ധ്യയാകുമ്പോൾ 3 അടിയുടെ കാര്യം പറയും. 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സ്ത്രീ പറയും എൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ അടിവരെ നോക്കി ഒരു തൊഴി കൊടുക്കാൻ തോന്നുക. എന്നുവെച്ചാൽ അതെന്താ, ആദ്യ രാത്രി പുതപ്പിന് കീഴെ മുട്ടി ഉരുമി ചൂട് പഠിച്ച് കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞപ്പം രാത്രി 12-ന് അത് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണ് ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. നീ എന്നാണ് അങ്ങനെ ചോദിച്ചത്? എൻ്റെ അച്ഛ വിവാഹത്തിനൊരിക്കൽ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞായിരുന്നു, പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ വിഷയങ്ങൾ തീർന്നു പോകും,
തീർന്നു പോകാതിരിക്കാൻ വിഷയം ഉണ്ടാക്കി വർത്താനം പറയണം. ഇത്രയും വലിയ വിഷയമാവുന്നു ഇതുവരെ ഞാൻ ഓർത്തിരുന്നില്ല. അടുത്തിരുന്ന് മിണ്ടുക, ഒരുപാട് പ്രശ്നം തീരും. ഓക്കെ. അല്ല, അതായത് നമുക്ക് ഇപ്പൊ അറിയാം, നമ്മൾ കല്യാണം കഴിച്ചോടെ സംശയങ്ങളാണ് ഇത്രയും നേരം അച്ഛൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ സിംഗിൾ ആയിട്ടുള്ള ആൾ ആരാ ഉള്ളത് ഇവിടെ ഈ ഇരിക്കുന്നതിൽ? സിംഗിൾ ആരാണ്? ലക്ഷ്മി സിംഗിൾ ആണോ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, കല്യാണം കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പോഴല്ല, അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. വീട്ടില് നോക്കുന്നുണ്ട്. ഭീഷണി പോലെ അല്ല, വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു പേടി എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഡിവോഴ്സ് ഇക്കാലത്ത് അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടല്ലോ. സോ ഫ്രീഡത്തിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവോ, വർക്ക് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ ഡേറ്റ്സ് ക്ലാഷ് അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പം അതിനെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണത്. ഇത് സ്വാഭാവികമായിട്ടും പലർക്കും കല്യാണത്തിന് മുമ്പുള്ള ഒരു ചിന്തയാണ്. നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ്, മനസ്സിലാക്കുന്ന ആൾ വന്നു കഴിയുമ്പം ഇത് മാറും സാധാരണ. ഇനി അതല്ലാത്തൊരു ആളാണെന്ന വരികിൽ ചില കാര്യങ്ങൾ നമ്മളും മാറ്റണം. നമ്മൾ ഈ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലത്തെ മെച്യൂരിറ്റി അല്ല 10 കഴിയുമ്പോൾ, കോളേജിലെ മെച്യൂരിറ്റി അല്ല വിവാഹം കഴിയുമ്പോൾ. നമ്മൾ ഒരിടത്ത് അംഗമായാൽ അതിൻ്റെ പ്രിൻസിപ്പൾസ് പാലിക്കണം. ബാച്ചിലേഴ്സ് ക്ലബിലെ അംഗവും ആകണം, കല്യാണവും കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുക. എല്ലാ സംഘടനയ്ക്കും അതിൻ്റെ ചിട്ടയുണ്ട്, വിവാഹത്തിനുമുണ്ട്, സമൂഹം അംഗീകരിച്ച ചില ചിട്ടകളും ക്രമങ്ങളും ഉണ്ട്. അതൊന്നുമില്ലാതെ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും വിജയിക്കുകയില്ല, ഡൈവോഴ്സ് ഉറപ്പാണ്. ചില കാര്യങ്ങളിൽ ഞാനും സഹിച്ച് കണ്ണടയ്ക്കണം, ചില കാര്യങ്ങൾ ഭർത്താവും സഹിച്ച് കണ്ണടയ്ക്കണം. ലെറ്റ് ഇറ്റ് ഗോ, ഇത് പോട്ടെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വളരും. ഈ പേടിക്കാനൊന്നുമില്ല, ഇത്രയും പേര് കല്യാണം കഴിച്ച് ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ, ഇനിയും ജീവിക്കും. അപ്പം ആ രീതിയിലങ്ങ് എടുത്താൽ മതി. ഭയത്തിന് യാതൊരു സ്ഥാനമൊന്നുമില്ല. ഒരു നല്ല മനുഷ്യനെ കിട്ടാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാത്തത്. ശരിക്കും അച്ഛൻ്റെ ഇത്രയും സമയം നമ്മുടെ വേദിയിലേക്ക് കിട്ടിയത് എല്ലാവരുടെയും ചോദ്യങ്ങളെ ക്ഷമയോടുകൂടി കേട്ടു. വളരെ നർമ്മം കലർന്ന രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കി തന്നു. ആ ഒരു സ്കില്ല് എന്നും നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിട്ട് നിൽക്കട്ടെ. അച്ഛൻ ഇങ്ങോട്ട് നിൽക്കാം. അച്ഛാ ഡാൻസ് കളിക്കാം. ബാ. ഇതെന്തുവാ? പഠിക്കുതാ. ഹാപ്പി ക്രിസ്മസ് അച്ചോ. ഞാൻ പുതിയ ട്രെൻഡ് പിടിക്കുക അച്ഛാ. പണ്ടത്തെ തന്നെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ട്രെൻഡ് മാറിയപ്പോഴാണ് ഇപ്പോഴാണ് ക്രിസ്മസിന്റെ ആ നിറവ് അങ്ങോട്ട് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? ശരിക്കും ഈ നിറവൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ താങ്ക് ചെയ്യണം. അച്ഛനും കൂടെ ഇവിടെ വന്നു, ഒരുപാട് താങ്ക് യു, ഒരുപാട് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളനാൾ. അപ്പനി നമ്മുടെ അച്ഛനെ പ്ലീസ് നമ്മുടെ രഥത്തിലേക്ക് അച്ഛനെയും കൂടെ. ഞാനും എൻ്റെ ആളും ക്രിസ്മസ് വേദി അങ്ങനെ നമ്മൾ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷം ഇന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നീയും ഞാനും ആ ടീം വന്നപ്പോൾ തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇത്രത്തോളം ഐശ്വര്യം കൊണ്ടാണ് നിങ്ങൾ വന്നതെന്നുള്ളത് നമ്മൾ ഒട്ടും അറിഞ്ഞില്ല. ആ ഐശ്വര്യം തന്നതിന് ഒരുപാട് വലിയൊരു നന്ദിയുണ്ട്. കാര്യം അതിനുശേഷം ഇവിടെ ഉണ്ടായ ഇവന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം കിട്ടിലമായിരുന്നു അല്ലേ? സഹിച്ചേട്ടാ, ജോയിച്ചേട്ടാ, അനു, അർജുൻ അല്ലേ? എന്തൊരു അടിപൊളിയായിരുന്നു, സൂപ്പർബായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നീയും ഞാനും ടീമിന്റെ അടുത്ത ഒരു കലാപരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായിട്ട് നീയും ഞാനുംലെ ഒരു കിടിലം വിഷ്വൽ ഇപ്പോൾ നമ്മുടെ AVയിൽ പ്ലേ ചെയ്യും. അതൊന്ന് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതാണ്. അത് എന്താണ് അതിനുശേഷം ചെയ്യിക്കേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് പറയുന്നതാണ്. അതൊന്ന് റിക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സശ്രദ്ധം അത് കാണുക. ഓക്കെ?
അപ്പോൾ ഈ ഒരു വിഷ്വലിൽ നമ്മളെല്ലാവരും കണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഷ്മിതയാണ് അപാരമായ ആ സ്റ്റണ്ട് പെർഫോം ചെയ്തത്. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഒരു സ്റ്റണ്ടിലൊക്കെ ഏറ്റവും പ്രാവീണ്യം കാണിക്കുന്ന ഉണ്ണിയുടെ ഫ്രണ്ടിൽ തന്നെ ആ വിഷ്വൽ പ്ലേ ചെയ്തതിൽ ഒരുപാട് ഒരു ക്രെഡിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ സുഷ്മിത വേദിയിലേക്ക് വരും പ്ലീസ്. ശരിക്കും മുറുക്കാനൊക്കെ ചവച്ച ആ ഒരു കടകം, കുഴിക്കടകം, പണ്ട് ജഗതി ചേട്ട യോധയെ കാണിച്ചാണ് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ പക്ഷെ അവരെയൊക്കെ എടുത്തിട്ട് അടിച്ചു, അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ മനസ്സിൽ എന്താണ് ഉള്ളത് ഈ ഒരു വിഷ്വൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് പ്ലേ ചെയ്തപ്പോഴത്തേക്ക്? ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഞാൻ ഇവിടെ എത്തണ വരെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷം. നമ്മൾ കളരി പഠിക്കാൻ 18 വർഷം എടുക്കും. പക്ഷെ നമ്മൾ ചെറിയ ചൂടുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കളരിയുടെ. അടിപൊളി. അപ്പൊ ഉണ്ണിച്ചേട്ടനുമായിട്ട് സ്റ്റണ്ട് കൂടാൻ അതൊക്കെ ധാരാളം തന്നെയാണ്. അപ്പൊ ഉണ്ണിച്ചേട്ടനെയും കൂടെ വേദിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റണ്ട് സീക്വൻസ് നമുക്കൊന്ന് റിക്രിയേറ്റ് ചെയ്താലോ? നോക്കാം. അതാ നല്ലൊരു കൈഡി കൊടുത്താൽ നമ്മുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഞാനും എന്റെ ഒരു യുദ്ധം വേണമെങ്കിൽ ആവാം. ഓക്കെ, ഞാനും എന്റെ ആളും വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഉണ്ണി മോഹൻദാൻ. തമാശയല്ല, സീരിയസാ. അടിച്ചോ. തള്ളിട്ടോ, കാലുവേ. കമ്പെടുത്ത് കൊടുക്കുക എന്നെ അടിക്കാൻ. ചേട്ടാ ഇനി കറങ്ങാന്ന്. അപ്പൊ ഞാൻ നമ്മളെ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് തന്നിട്ട് കറങ്ങാന്ന് പറഞ്ഞാൽ പറ്റാ. ബൈക്ക് കൊണ്ട് നിർത്തിട്ട് കറങ്ങാന്ന് പറഞ്ഞാൽ ഇനി കറങ്ങാം. പതുക്കെ അതിന്റെ ഇടയിൽ കൂടെ. ഗംഭീരായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അല്ല, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ സ്റ്റെപ്സ് ഒക്കെ അല്ലേ ഗ്രാൻഡ് ആയിരുന്നു. ഞാനതാ പറഞ്ഞ, നമ്മൾ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ എവറി ടേക്ക് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടേക്ക് തന്നെ ചെയ്യാനാണ് നമ്മൾ നോക്കാറ്. ബിക്കോസ് പെട്ടെന്ന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടാവും, നമുക്ക് ബുദ്ധിമുട്ടാവും, നമ്മുടെ കരിയർ എല്ലാം. അപ്പോൾ വലിയ ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ടേക്കിന് മുന്നേ പ്രാർത്ഥിക്കും നമുക്കൊന്നും പറ്റാതെ ഈ ടേക്ക് കംപ്ലീറ്റ് ആവണം. ബിക്കോസ് കോ ആക്ടേഴ്സ് ഉണ്ട്, ബൈക്കൊക്കെ അറിയണ്ടാവും. ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇടിയൊക്കെ കിട്ടും. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെ ചെയ്യാൻ. മാളിക പുറത്ത് എനിക്കൊന്ന് ഒരു 7 ദിവസം നോൺ സ്റ്റോപ്പ്. ആൻഡ് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും പേഴ്സണൽ നമ്മുടെ കരിയറിൽ ഇങ്ങനെ ആക്ഷൻ സിനിമകളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമകളും കാണാറുണ്ട്. സോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് കുറേ എൻജോയ് ചെയ്തു. ബട്ട് എപ്പോഴും പ്രാർത്ഥിക്കും ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ ആർക്കും ഒന്നും പറ്റാതെ ഷൂട്ട് കംപ്ലീറ്റ് ആവണമെന്ന്. ബിക്കോസ് അത് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. എല്ലാവരും നമ്മൾ സിനിമയെക്കുറിച്ച് പറയില്ല, അത് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വീഴും. ബിക്കോസ് ഇതെല്ലാം കൊറിയോഗ്രാഫ്ഡ് ആണ്, എല്ലാം റിസ്ക് ആണ്. അപ്പോൾ ഓരോ ടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സിനോടും ആക്ഷൻ രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ഷൂട്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടും എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ബിക്കോസ് അവർ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ആക്ഷൻ സീക്വൻസ് തിയേറ്ററിൽ ആൾക്കാർ കാണുമ്പോൾ ഞാൻ 100% പറയുന്നത് അത് ഉണ്ണിമുകുന്ദൻ ചെയ്ത ആക്ഷൻ സീക്വൻസുകളാണ്. സോ വെൻ യു പേ ദ മണി യു പെയ്ഡ് ഫോർ മീ. അത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബിക്കോസ് കൈയടിക്കുമ്പോൾ ഒരു ഡ്യൂപ്പിന് വേണ്ടിയിട്ടല്ല, സിനിമയിലെ നായകൻ തന്നെയാണ് ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാം. എന്തായാലും നമ്മുടെ നീയും ഞാനും സീരിയലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അല്ലെ ഷീച്ചേട്ടാ, നമ്മുടെ സുഷ്മിതയുടെ ഈ ഒരു ആക്ഷൻ സീക്വൻസ് വിത്ത് സുഷ്മിത അധികം നാളുകളൊന്നും എടുത്തിട്ടില്ല അത് പഠിക്കാൻ വേണ്ടി. വളരെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഫസ്റ്റ് ദിവസം പൊന്മുടിയിലായിരുന്നു ഷൂട്ടിങ്. ഞാൻ വിചാരിച്ച് ചളം കുളം ആകാനുള്ള സകല ലക്ഷം, കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഇവള് വന്നപ്പോൾ തന്നെ ഭയങ്കര കളരിക്കാരി. ഞാൻ അടുത്തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ സ്റ്റെപ്പ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്, ആ ഒരു സ്റ്റെപ്പിന് വേണ്ടി. പിന്നെ ഈ കമ്പ് കറക്കൽ പൊതുവേ കുറച്ച് ടഫായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇത് കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടുണ്ട്. അത് മാത്രം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ആ ഫസ്റ്റ് സ്റ്റെപ്സ് എല്ലാം പക്കയായിരുന്നു. ഫസ്റ്റ് ടേക്ക് നോക്കിയായിരുന്നു. ഓക്കെ, താങ്ക് യു സുഷ്മിത. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.
ഈ ഐസ്ക്രീമിന്റെ മുകളിൽ ഒരു ചെറി ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ രുചിയാണ്. ആ ചെറി ഒപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ടീം ഇന്ന്. അതുകൊണ്ട് ആ ഒരു ചെറിക്കായിട്ട് ഉണ്ണിച്ചേട്ടന്റെ ഒരു പാട്ടാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്നും വേണ്ട. പൂങ്കാറ്റ് ആ പാട്ട് പാടിക്കോട്ടെ, എനിക്ക് അറിയാവുന്ന പാട്ടാണ്. പൂങ്കാറ്റ്, പൂങ്കാറ്റ്, അത് ഞാൻ സ്ഥിരം പാടുന്ന പാട്ടാണ്. ഇതിനു മുമ്പുള്ള വേദികളിൽ പാടുന്ന പോലെയല്ല ഇത്. സി കേരളത്തിന്റെ ഞാനും എന്റെ ആളും വേദിയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും അത് ഫ്രഷ് ആണ്. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, എൻ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹം ഒന്ന് ചൊല്ലാമോ. നമ്മളിതിനെ പാടുന്നത്. ചേട്ടാ കമന്റ് എന്തെങ്കിലും ഒന്നും പറയരുത്. ഒന്നുമില്ല. ആള് പാടാൻ വേണ്ടി ചേട്ടാ എങ്ങാനും ഉണ്ണിച്ചേട്ടൻ ഒരു പാട്ട് മത്സരത്തിൽ നിൽക്കുകയാണ്, നിങ്ങൾ ജഡ്ജസുമാണ്, അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കമന്റ്സ് ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്നത്? ജഡ്ജസിന് പാടാനുള്ള കഴിവ് ആദ്യം വേണ്ടേ? അല്ല, അതൊക്കെ സങ്കല്പിക്കണമെന്ന്. അല്ല, ഞാൻ പറയും മോനെ, ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. പറ്റുമെങ്കിൽ അഭിനയമൊക്കെ നിർത്തി ഇത് തുടരണം. പാട്ടിലൊരു നല്ല സ്വരസ്ഥാനമൊക്കെ കൃത്യമായിട്ട് സ്ഥാനത്തുണ്ട്. ഇനി നിത്യം കൂടെ ഉള്ളു പറയാനായിട്ട്. അതാ പറഞ്ഞ എല്ലാ സ്ഥാനവും അതിന്റെ ആസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തൊരു സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ മാളികപ്പുറം ടീമിനും ഇനിയുള്ള എല്ലാ പ്രോജക്ട്സിനും വേണ്ടിയും നമ്മുടെ എല്ലാം, ഞാനും എൻ്റെ ആളും സി കേരളം ഫുൾ ടീമിന്റെയും നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയും കൈഡിയുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്റെ ഭാഗത്തുനിന്നും ടീം മാളികപ്പുറത്തിന്റെ ഭാഗത്തുനിന്നും സി കേരളത്തിനും പിന്നെ ഞാനും എൻ്റെ ആളും എന്ന ടീമിനും എല്ലാവിധ ആശംസകളും. ആളെപ്പോഴാ വരാ? വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പരിപാടി മൈക്ക് എടുക്കുന്നത് എന്തെങ്കിലും കൊണക്ഷന് വേണ്ടിയാണ്. അല്ല, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിന്. ബിക്കോസ് ഇപ്പോൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് ഈസ് നമ്മുടെ മേജർ ഓഡിയൻസ് ടി വി ആണ് കൂടുതൽ കാണുന്നത്. സിനിമകൾ പ്രൊമോട്ട് ഇവിടെ ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫാമിലീസ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഉണ്ണി ഞാനും എൻ്റെ ആളും കാണണം. കാരണം കല്യാണം കഴിക്കാനുള്ള ഒരു വലിയ പ്രചോദനം ഈ പരിപാടിയിൽ നിന്ന് ഉണ്ണിക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ ഇല്ല, ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹമുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ട്. ഹാപ്പൻ അല്ലേ? അതെ അതെ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. പക്ഷേ കോടാനുകോടി വരുന്ന ഫാൻസിന്റെ കാര്യമാണ് വിഷമമാവാൻ പോകുന്നത്. എല്ലാരും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. സുമുഖനും സുന്ദരനും സർവോപരി സിനിമാ നടനുമായ ഉണ്ണി മുഖത്തിന് തക്കതായ വധുവിനെ അന്വേഷിക്കുന്നുണ്ട്. ജോത്സനെ അങ്ങനെ അങ്ങൊരു ഇത്ര കല്യാണം നടത്തി കൊടുത്തതാ. ഒന്ന് വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഒരു ജീവിതമാവും. അല്ല ഉണ്ണി, പോകുമ്പോ ജാതം അങ്ങോട്ട് കൊടുത്തോളൂ. അല്ല, അങ്ങനെ ചെറുതായിട്ട് കാണണ്ട. ഞങ്ങളുടെ ഈ വീട് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, അല്ലേ? ഒന്നും ഇല്ലാത്തതായിട്ടില്ല. ജോത്സ്യർ വരെ ഉണ്ട്. അപ്പം അല്ലേ, നമുക്ക് നോക്കാം അല്ലേ? ഡിവോഴ്സിനാണെങ്കിൽ വക്കീല് വരെ ഇവിടെ റെഡിയാ. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരും ഉണ്ണിച്ചേട്ടൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മലയാളികൾ ഉണ്ണിയപ്പത്തിനെ സ്നേഹിക്കുന്ന പോലെ ഉണ്ണിച്ചേട്ടനെ സ്നേഹിക്കട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാനും എൻ്റെ ആളും പ്രോഗ്രാമിന്റെ പേര് അതാണെങ്കിലും പ്രേക്ഷകർ അത് നമ്മളും നമ്മുടെ ആൾക്കാരുമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ സെലിബ്രേഷനും യഥാർത്ഥത്തിൽ നമ്മുടെ വേദിയിൽ മാത്രമല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ പ്രതീതിക്ക് ഒരിക്കൽ കൂടെ കുറച്ചുകൂടി ഒരു വെയിറ്റ് കൊടുക്കാനായിട്ട് അടുത്ത ഒരു കുഞ്ഞ് രസകരമായ ഗെയിമിലേക്ക് ഞാനും എൻ്റെ ആളും ക്രിസ്മസ് സെലിബ്രേഷൻസ് പോവുകയാണ്. ആ ഒരു മത്സരത്തിന് വേണ്ടി 2 ടീമിനെ എനിക്കിവിടെ വേണം. അപ്പം യാതൊരു മടിയും കൂടാതെ നമ്മുടെ കൂട്ടുകാർ ഇങ്ങോട്ട് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് വിളിക്കുകയാണ്. കിരൺ, അതുപോലെ തന്നെ പ്രതീക്ഷ, പ്ലീസ്. ഒപ്പം തന്നെ നമ്മുടെ ഞാനും എൻ്റെ ആളും ടീമിലെ സവിത ചേച്ചി ആൻഡ് ഹരിച്ചേട്ടൻ. അപ്പം എന്തായാലും ഇരു ടീമുകൾക്കും നമ്മൾ വിജയാശംസ നേരുകയാണ്. ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മെഴുകുതിരി ഉണ്ട്. അതായത് ക്രിസ്മസിന് നമ്മൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് മെഴുകുതിരി കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. പുറകിൽ 2 സ്റ്റാൻഡ്, ഓരോ ടീമുകൾക്കും നമ്മൾ കുറേ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻഡിൽസ് ഓരോന്ന് ഞാൻ ആദ്യം തീ പകർന്നു തരും.
ആ ഓരോന്ന് കത്തിച്ച് അണയാതെ കൊണ്ടുവന്ന് ദീപം ഇങ്ങനെയൊന്നും പറയണ്ട, ആ ഒരു ലെവലിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ മെഴുകുതിരി അവിടെ എത്തിക്കുന്നത്, അത് അണയാതെ അവിടെ നിൽക്കുകയും വേണം. അത് ആർക്കാണ് അത് കൈവരിക്കാൻ പറ്റുന്നത് അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. On your mark, get set and go. ഞാൻ ഇതാ ഫസ്റ്റ് കത്തിച്ചേരാം, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇതിന് കത്തിച്ചേരാം. അണയാതെ കൊണ്ടെത്തിക്കുക. ഹരിച്ചേട്ടനും പ്രതീക്ഷയും കൂടെ ഒരു മത്സരം ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. പപ്പാനി അതെ, പ്രതീക്ഷയൊക്കെ ഉണ്ട്, ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ പോകുന്നത്. ഹരിച്ചേട്ടാ കുറച്ചുകൂടെ ഓടിച്ചാടിയൊക്കെ പൊക്കിയൂടെ? ഇതാ കിരൺ പ്രതീക്ഷയ്ക്ക് വേണ്ടി എത്ര മെഴുകുതിരികളാണ് ഇവിടെ കത്തിച്ചു വെച്ചേക്കുന്നത്. സരിത ചേച്ചി നമ്മളൊട്ടും പുറകോട്ട് പോണ്ട, കമോൺ, കൂടെ പിടി. ഹരിച്ചേട്ടാ അണയരുത്. വേസ്റ്റ്. അതാരാ ഊതുന്നേ? ഇതാരാ ഊതിയേ? അണഞ്ഞോ? എളുപ്പം. ഹരിച്ചേട്ടാ മെഴുകുതിരി വേ. അതാണ് ഹരിച്ചേട്ടൻ്റെ അവിടെ എത്ര മെഴുകുതിരിയായി? 2? അതവിടെ കത്തി നിൽക്കണം കേട്ടോ. അവിടെ 2ആയി, ഇവിടെ 2ആയി. പ്രതീക്ഷ ഇതാ PT ഉഷയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകണോ? പെൺകുട്ടികളോട് പ്രത്യേക താല്പര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഹരിച്ചേട്ടാ കമോൺ, പ്രതീക്ഷ ഡബിൾ കമോൺ. 4 മേളിൽ കത്തി കയറ്റി. അവസാനത്തെ 1 മിനിറ്റിലേക്ക് മത്സരം കടക്കുകയാണ്. മെഴുകുതിരി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ ഇതാ വന്നെത്തിപ്പോയി. നീയും ഞാനും എന്റെ ആളും തമ്മിലുള്ള മത്സരം ഇതാ കടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനത്തെ 10 സെക്കൻഡുകളിലേക്ക് കടക്കുകയാണ്. And the countdown starts now. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 and out. അടിപൊളി. ഇതിപ്പോ കാഴ്ചയിൽ അറിയാമല്ലോ. താടി കത്തല്ലേ? No, you so cruel. 1, 2, 3, 4, 5, 6, 7, 8, 9. അതാണച്ചാ ഇവിടെ കൂടോത്രം വരും. ഞാനൊരു പ്രവചനം നടത്തി, അതിലേക്ക് തന്നെ എത്തിയില്ല ലാസ്റ്റ്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മുടെ ഇന്നത്തെ മെഴുകുതിരി കത്തിക്കൽ മത്സരത്തിലെ വിജയിയായിട്ട് നീയും ഞാനും ടീമിലെ കിരൺ ആൻഡ് പ്രതീക്ഷ. താങ്ക് യു സോ മച്ച്. കേക്ക് മുറിക്കൽ എന്നുള്ള ചടങ്ങില്ലാതെ ക്രിസ്മസ് പൂർത്തിയാവത്തില്ല. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ഫോർ കേക്ക് കട്ടിംഗ്. ക്രിസ്മസ് കേക്ക് പോരട്ടെ, എല്ലാ ഫുൾ ഫാമിലി വരട്ടെ. കമോൺ, എല്ലാരും വരട്ടെ. കമോൺ. അപ്പോ ഞാനും എന്റെ ആളും വക ടീമിന്റെ വക ഒരു കീഴലം വിഷ് ഇതാ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. 3, 2, 1 ഹാപ്പി